ഹായ് ഓൾ, വെൽക്കം ടു പ്ലാസ്മ. എൻ്റെ പേര് വിനോദ്. അപ്പോൾ നമുക്ക് LP, UP, HSA എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന ജോഗ്രഫിയുടെ കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാം. എന്താണ് സമതലം? സമതലം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയ അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായ മേഖലയാണ് സമതലം. എന്താണ് അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടായ മേഖല? അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സമതലം. ചുറ്റുമുള്ള മേഖലയെ അപേക്ഷിച്ച് 200-300 മീറ്റർ ഉയരത്തിലായിരിക്കും ഈ സമതലം ഉണ്ടാവുക. അവസാദങ്ങൾ നിക്ഷേപിച്ച് ചുറ്റുമുള്ള മേഖലയെ അപേക്ഷിച്ച് 200-300 മീറ്റർ ഉയരത്തിൽ നിരപ്പായി ഉണ്ടാകുന്ന ഏതൊരു ഭൂവിഭാഗത്തെയും എന്ത് വിളിക്കാം? സമതലം. അപ്പോൾ നിങ്ങൾ സെറ്റായല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, ഈ അവസാദങ്ങൾ എങ്ങനെ നിക്ഷേപിക്കുക? എന്താണ് ഈ അവസാദം എന്ന് പറഞ്ഞാൽ? അവസാദം എന്ന് പറഞ്ഞാൽ പാറ പൊടിഞ്ഞ പാറപ്പൊട്ടുകൾ, പാറപ്പൊടി, പാറ കഷ്ണങ്ങൾ, ആ പാറയിൽ മാളങ്ങൾ ഉണ്ടാക്കി ജീവിച്ച ജീവികളുടെ ചത്ത അവശിഷ്ടങ്ങൾ, അതായത് എല്ല്, തോല് തുടങ്ങിയ അവശിഷ്ടങ്ങൾ, ആ പാറയിലൂടെ മണ്ണിലേക്ക് ഇറങ്ങിപ്പോയ സസ്യങ്ങളുടെ വേര്, ഇല, ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ, ഇതൊക്കെ കൂടിയ ഒരു അവശിഷ്ടങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? അവസാദങ്ങൾ, അല്ലെങ്കിൽ എക്കൽ അവശിഷ്ടം എന്ന് പറയാം. അപ്പോൾ അവസാദങ്ങളെ വേണമെങ്കിൽ എന്ത് പറയാം? എക്കൽ അവശിഷ്ടം എന്ന് പറഞ്ഞാലും ശരി തന്നെ. അപ്പോൾ ഈ ജന്തുക്കളുടെ എല്ല്, തോല് തുടങ്ങിയ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ ഈ എല്ലിലുള്ള കാൽസ്യം, DNA ഫോസ്ഫറസ്, ജീവികളിലുള്ള പൊട്ടാസ്യം, ഇങ്ങനത്തെ മൂലകങ്ങളെല്ലാം എവിടെ ഉണ്ടാവും? ഈ അവസാദങ്ങളിലുണ്ടാവും. ഇതിനെ മുഴുവനായി വിളിക്കുന്ന പേരാണ് അവസാദങ്ങൾ. സെഡിമെന്റ്സ് എന്ന് ഇംഗ്ലീഷ് പറയും, വേണമെങ്കിൽ എക്കൽ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഈ അവസാദങ്ങൾ ചിലപ്പോൾ നദി ഒഴുക്കിക്കൊണ്ടുവരും. നദി എപ്പോഴും ഉയരം കൂടിയ പ്രദേശത്ത് നിന്നാണ് ഉത്ഭവിച്ച് വരിക. നദി ചരിവിലൂടെ കടന്നു വരുമ്പോൾ നദിക്ക് ഭയങ്കര വേഗതയായിരിക്കും. അപ്പോൾ ഈ നദിക്കൊപ്പം ഈ അവസാദങ്ങളെയും നദി വഹിച്ചു കൊണ്ടുവരും. അങ്ങനെ ഈ ചരിവ് കഴിഞ്ഞ് നിലത്തേക്കെത്തുമ്പോൾ നദിയുടെ വേഗത കുറയും. വേഗത കുറയുമ്പോൾ നദി ഈ അവസാദങ്ങളെ പല ഭാഗത്തും നിക്ഷേപിക്കും. അപ്പോൾ നദി ഈ അവസാദങ്ങളെ ഒഴുക്കി കൊണ്ടുവരുന്നു എന്നർത്ഥം. വെള്ളച്ചാട്ടം അങ്ങനെ തന്നെ. വെള്ളച്ചാട്ടം പോകുന്ന ഭാഗത്തൊക്കെ ഈ അവസാദങ്ങൾ ഒഴുക്കി കൊണ്ടുപോകുന്നു. വെള്ളച്ചാട്ടം പോയി പതിക്കുന്നത് ഭയങ്കര സ്പീഡിലാണ്. പതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു. അപ്പോൾ വെള്ളച്ചാട്ടം പോകുന്ന റൂട്ടിലും ഈ അവസാദങ്ങളെ വെള്ളച്ചാട്ടം നിക്ഷേപിക്കുന്നു. കാറ്റും അങ്ങനെ തന്നെ. കാറ്റ് വീശുന്ന വേഗതയ്ക്കനുസരിച്ച് ഈ അവസാദങ്ങളെ പറത്തി കൊണ്ടുപോകുന്നു. കാറ്റിന് അഭിമുഖമായി എന്തെങ്കിലും പർവ്വതങ്ങളോ അതുപോലെ തന്നെ കുന്നുകളോ മരക്കൂട്ടങ്ങളോ വരുമ്പോൾ കാറ്റ് അതിൽ പോയി തട്ടും. കാറ്റിൻ്റെ വേഗത കുറഞ്ഞു. അപ്പോൾ കാറ്റ് കൊണ്ടുപോകുന്ന ഈ അവസാദങ്ങൾ പല ഭാഗത്തും വീണ് അത് നിക്ഷേപിക്കും, ഡെപ്പോസിറ്റ് ആവും. തിരമാലകളും അങ്ങനെ തന്നെ. കടലിൻ്റെ അടുത്തിട്ട് തീരത്തോട്ട് കയറ്റിക്കൊണ്ടുവരും. കടൽ ജീവികളുടെ പുറന്തോടി വേസ്റ്റൊക്കെ. കടൽ തിരമാല വരുന്നത് ഭയങ്കര വേഗത്തിലായിരിക്കും. തീരം തൊടുമ്പോൾ വേഗത കുറഞ്ഞു. അപ്പോൾ തിരമാല കൊണ്ടുവരുന്ന അവസാദങ്ങൾ കടൽ തീരത്ത് നിക്ഷേപിക്കും. എന്ന് വെച്ചാൽ ഈ അവസാദങ്ങൾ രൂപപ്പെടാൻ കാരണമായ കാരകങ്ങൾ പലതാണ്. അതിൽ ഒരു കാരകമാണ് നദി, അതായത് റിവർ. പിന്നൊരു കാരകമാണ് കാറ്റ് അഥവാ വിൻഡ്. പിന്നൊരു കാരകമാണ് വെള്ളച്ചാട്ടം, ഇംഗ്ലീഷിൽ വാട്ടർഫാൾ. പിന്നൊരു കാരകമാണ് തിരമാല അഥവാ വേവ്സ്. അതായത് വെള്ളച്ചാട്ടം, തിരമാല, കാറ്റ്, നദി എന്നീ പല കാരകങ്ങളുടെ പ്രവർത്തന ഫലമായി അവസാദങ്ങൾ നിക്ഷേപിച്ച് ചുറ്റുമുള്ള മേഖലയെ അപേക്ഷിച്ച് 200-300 മീറ്റർ ഉയരത്തിൽ നിരപ്പായി ഉണ്ടാകുന്ന ഏതൊരു ഭൂവിഭാഗത്തെയും എന്ത് വിളിക്കുന്നു? സമതലങ്ങൾ, അതായത് പ്ലെയിൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സസ്യങ്ങളുടെ വേസ്റ്റ്, ജന്തുക്കളുടെ വേസ്റ്റ്, കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് പോലെയുള്ള മൂലകങ്ങൾ എല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സമതലം തീർച്ചയായും എന്തായിരിക്കും? ഫലഭൂയിഷ്ടമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്, സമതലം ഉണ്ടാക്കാൻ കാരണക്കാരനായ കാരകങ്ങൾ ഏതൊക്കെയെന്ന്. നദിയുണ്ട്, പിന്നെ ഏതാ? ഹിമാനികളുണ്ട്, പിന്നെ ഏതാ? വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ ഏതാ? തിരമാലയുണ്ട്, കാറ്റുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, ഉത്തരമഹാസമതലം എന്നാൽ എന്ത്? അതിൽ തന്നെ ഒരു വാക്കുണ്ട്, ഉത്തരം. എന്താണ് ഉത്തരം? വടക്ക് ഭാഗം, അതായത് ഇന്ത്യയുടെ മുകൾ ഭാഗം. അപ്പോൾ ഉത്തരമഹാസമതലം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത്, അതായത് ഉത്തരഭാഗത്തുണ്ടായ സമതലമാണ് ഉത്തരമഹാസമതലം. സെറ്റ്. അപ്പോൾ ഉത്തരഭാഗം, വടക്ക് ഭാഗം അത് മനസ്സിലാക്കി വയ്ക്കുക. അവിടെ ഉണ്ടായ സമതലമാണ് ഉത്തരമഹാസമതലം. ആരാണ് ഇന്ത്യയിൽ സമതലം ഉണ്ടാക്കിയത്? ഇന്ത്യയിൽ സമതലം ഉണ്ടാക്കിയത് വെള്ളച്ചാട്ടോ, തിരമാലോ, കാറ്റോ, ഹിമാനികളോ ഒന്നുമല്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് നദി. നദികളാണ് ഇന്ത്യയിൽ സമതലം ഉണ്ടാക്കുന്നത്. നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും, ഭൂരൂപങ്ങളുടെ സ്രഷ്ടാവാണെന്ത്? നദി. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഭൂരൂപങ്ങളുടെ സ്രഷ്ടാവ് എന്ന് ചോദിക്കുന്ന കാരകം ഏതാണെന്ന് ചോദിച്ചാൽ നദി. ഇന്ത്യയിൽ പല ഭൂരൂപങ്ങളും ഉണ്ടാക്കുന്നത് ആരുടെ സഹായത്താലാണ്? നദികളുടെ സഹായത്താലാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഉത്തരമഹാസമുദ്രം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്നും പിറക്കുന്ന നദികളാണ് ഹിമാലയൻ നദി. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഹിമാലയത്തിൻ്റെ ചെരുവുകളിലൂടെ കടന്നു വരുമ്പോൾ ഈ പറഞ്ഞ അവസാദങ്ങൾ, എക്കൽ അവശിഷ്ടങ്ങളെ നദി ഒഴുക്കിക്കൊണ്ടുവരും. എന്തൊക്കെയാണ് എക്കൽ അവശിഷ്ടങ്ങളായി നമ്മൾ കണ്ടത്? പാറ കഷ്ണം, പാറപ്പൊടി, പാറയിൽ മാളങ്ങൾ ഉണ്ടാക്കി ജീവിച്ച ജീവികളുടെ ചത്ത എല്ല്, തോല് തുടങ്ങിയ അവശിഷ്ടങ്ങൾ, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങളെല്ലാം നദി ഒഴുക്കിക്കൊണ്ടുവരും. ഹിമാലയത്തിൻ്റെ ചെരുവുകളിലൂടെ കടന്നു വരുന്ന നദിക്ക് ഒഴുക്കിൽ ഭയങ്കര വേഗതയായിരിക്കും. അപ്പോൾ ഈ അവസാദങ്ങളെ നദി കുത്തി ഒലിപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ ഹിമാലയത്തിൻ്റെ താഴ്വര കഴിയുമ്പോൾ നദി എവിടേക്ക് എത്തുന്നു? ലാൻഡിലേക്ക് എത്തുന്നു. ലാൻഡിലേക്ക് എത്തുമ്പോൾ നദിയുടെ വേഗത കുറയുന്നു. വേഗത കുറയുമ്പോൾ നദി കൊണ്ടുവന്ന ഈ അവശിഷ്ടങ്ങൾ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ 7 സംസ്ഥാനങ്ങളിലായി നിക്ഷേപിക്കുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ബംഗാൾ, അങ്ങനെ 7 സംസ്ഥാനങ്ങളിലായി ഈ ഹിമാലയൻ നദികളായ ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, അങ്ങനെ പല നദികളുടെ പ്രവർത്തനം മൂലം 7 സംസ്ഥാനങ്ങളിലായി ഈ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നു. അങ്ങനെ 7 സംസ്ഥാനങ്ങളിൽ 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ 3200 കിലോമീറ്റർ, 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം, 3200 കിലോമീറ്റർ നീളത്തിൽ ഹിമാലയൻ നദികളുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ ഈ സമതലത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഉത്തരമഹാസമതലം.
അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഉത്തരമഹാസമുദ്രം എത്ര സ്റ്റേറ്റുകളിലാണ്? 7 സംസ്ഥാനങ്ങളിലാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഉത്തരമഹാസമുദ്രത്തിന്റെ ആകെ വിസ്തീർണം എത്രയാണ്? 7 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ, അതായത് ചതുരശ്ര കിലോമീറ്റർ. ഉത്തരമഹാസമുദ്രത്തിന്റെ നീളം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എടുത്താൽ മൊത്തം നീളം എത്രയാണ്? 3200 കിലോമീറ്റർ ആണ്. ഇത് സെറ്റാണല്ലോ. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് സെറ്റ്. 3200 കിലോമീറ്റർ നീളമാണ് സെറ്റ്. എത്ര സംസ്ഥാനങ്ങളിലാണ് ഉത്തരമഹാസമുദ്രം വ്യാപിച്ചു കിടക്കുന്നത്? 7 സംസ്ഥാനങ്ങളിൽ. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളുടെയും, അവയിലേക്ക് ഒഴുകി വരുന്ന നദികളെ വിളിക്കുന്ന പേരാണെന്ത്? പോഷക നദികളുടെയും അവസാദ നിക്ഷേപണം മൂലം 7 സംസ്ഥാനങ്ങളിലായി 200 കിലോമീറ്ററോളം ഉയരത്തിൽ നിരപ്പായി ഉണ്ടായ സമതലമാണെന്ത്? ഉത്തരമഹാസമുദ്രം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായി ഈ അവസാദങ്ങളുടെ നിക്ഷേപണം മൂലം ഉത്തരമഹാസമുദ്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം എക്കൽ അവശിഷ്ടങ്ങളാണ് നിക്ഷേപിച്ച്. അങ്ങനെ ഈ ഭാഗത്തുണ്ടായ മണ്ണാണ് എന്ത്? എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 40% കണ്ടുവരുന്ന മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. അത് SCRT ആണ്. 40%-ഓളം ഭാഗങ്ങളിൽ കണ്ടുവരുന്ന മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. അതിന്റെ ഭൂരിഭാഗം എക്കൽ മണ്ണും കണ്ടുവരുന്നത് എവിടെയാ? ഉത്തരമഹാസമുദ്രത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനും ഇത് തന്നെയാണ് എക്കൽ മണ്ണ്, അല്ലെ? 40% എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധം ഭാഗങ്ങളായി. അപ്പോൾ 40%-ഓളം കണ്ടുവരുന്ന മണ്ണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനും ഇത് തന്നെയാണ് എക്കൽ മണ്ണ്. എവിടെ കണ്ടുവരുന്നു? ഉത്തരമഹാസമുദ്രത്തിൽ കണ്ടുവരുന്നു. എങ്ങനെയായിരിക്കും ആ എക്കൽ മണ്ണുണ്ടായത്? നദികളുടെ നിക്ഷേപണം മൂലം, അല്ലെ? നദിയല്ലേ ഇപ്പോൾ ഒഴുക്കി കൊണ്ടുവന്നത് അവസാദങ്ങളെ. അപ്പോൾ നദി പോകുന്ന റൂട്ടിലെല്ലാം എന്ത് കാണുന്നു? എക്കൽ മണ്ണ് കാണുന്നു. ഏതാണ് ഈ നദി പോകുന്ന റൂട്ട്? നദിയുടെ തീരം. നദി പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ നദിയുടെ തീരത്ത് എക്കൽ മണ്ണ് ഉണ്ടായിക്കൂടെ? നദി കടലിലേക്ക് വീഴുന്ന ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് നദീമുഖം, അല്ലെ? പിന്നെ ഡെൽറ്റ പ്രദേശം, ഇവിടെയൊക്കെ എന്ത് കണ്ടുവരുന്നു? വ്യാപകമായ തോതിൽ എക്കൽ മണ്ണ് കണ്ടുവരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഉത്തരമഹാസമുദ്രത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന മണ്ണാണ് എന്ത്? എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും എക്കൽ മണ്ണിൽ കാൽസ്യവും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ ഉണ്ടാവില്ലേ? സ്വാഭാവികം. അങ്ങനെ നോക്കുമ്പോൾ കാൽസ്യം എക്കൽ മണ്ണിലുണ്ട്, പൊട്ടാസ്യം എക്കൽ മണ്ണിലുണ്ട്, ഫോസ്ഫറസ് എക്കൽ മണ്ണിലുണ്ട്. നദിയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നൈട്രജൻ കുറയും. കാരണം വെള്ളത്തിൽ H2 ആണ് കൂടുതൽ. അപ്പോൾ നൈട്രജൻ കുറഞ്ഞ മണ്ണിനും ഇത് തന്നെയാണ് എക്കൽ മണ്ണ്. ഉത്തരമഹാസമുദ്രത്തിൽ വ്യാപകമായി എന്ത് കണ്ടുവരുന്നു? എക്കൽ മണ്ണ് കണ്ടുവരുന്നു. 40% എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനമാണെന്ത്? എക്കൽ മണ്ണ്. കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ എക്കൽ മണ്ണിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എക്കൽ മണ്ണിൽ എന്തുണ്ടാവും? ഫലഭൂയിഷ്ടമായിരിക്കും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫലഭൂയിഷ്ടി കൂടിയ മണ്ണാണ് എന്ത്? എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ എക്കൽ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായിരിക്കും, നെൽകൃഷിക്ക് അനുയോജ്യമായിരിക്കും. അതായത് ഉത്തരമഹാസമുദ്രം എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ മേഖല ഇന്ത്യയിൽ തന്നെ കൃഷിക്ക് അനുയോജ്യമായ മേഖല. അതുകൊണ്ട് ഉത്തരമഹാസമുദ്രത്തെ വിളിക്കും ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്ന് വിളിക്കുന്ന മേഖലയാണെന്ത്? ഉത്തരമഹാസമുദ്രം. 7 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലുണ്ട്, ബീഹാറിലുണ്ട്, ബംഗാളിലുണ്ട്. ഇവിടെയൊക്കെ നെൽകൃഷി, ഗോതമ്പ് കൃഷി, ചണകൃഷി, കരിമ്പ് കൃഷി, ചോളകൃഷി ഒക്കെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു മേഖലയാണ് ഇത് ഉത്തരമഹാസമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, നദികളുടെ നിക്ഷേപണം മൂലം ഉണ്ടാകുന്ന മണ്ണിനും ഏതെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയണം? എക്കൽ മണ്ണ്. സെറ്റാണല്ലോ. പിന്നെ നദീതീരത്തും നദീമുഖത്തും ഡെൽറ്റ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന മണ്ണ് ചോദിച്ചാലും ഏത് തന്നെയാണ്? എക്കൽ മണ്ണ്. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. സെറ്റ്. അത് സ്റ്റേറ്റ്മെന്റിൽ വരും. നദീതീരത്തും നദീമുഖത്തും ഡെൽറ്റ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. എങ്ങനെ ഉണ്ടായ എക്കൽ മണ്ണ്? നദികളുടെ നിക്ഷേപണം മൂലം ഉണ്ടായ മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. ചോദിക്കും, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനും ഏതാ? എക്കൽ മണ്ണ്. സെറ്റ്. 40% ഭാഗങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അതും ചോദിക്കും, ഇന്ത്യയുടെ 40% ഭാഗങ്ങളിൽ കണ്ടുവരുന്ന മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. എവിടെ കണ്ടുവരുന്നു? ഉത്തരമഹാസമുദ്രത്തിൽ അത് വ്യാപകമായി കണ്ടുവരുന്നു, അല്ലെ? അപ്പോൾ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതിൽ വ്യാപകമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതും ചിലപ്പോൾ ചോദിക്കാം. നൈട്രജൻ കുറയും. അതും ചോദിക്കും. നൈട്രജൻ കുറഞ്ഞ മണ്ണിനും ഏതാ? എക്കൽ മണ്ണാണ്. കാരണം വെള്ളമാണ് ഇത് കൊണ്ടുവരുന്നത്, നദിയാണ് കൊണ്ടുവരുന്നത്. വെള്ളത്തിൽ കൂടുതൽ H2 ആണ്, ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ ഈ മണ്ണിൽ എന്ത് കുറയുന്നു? നൈട്രജൻ കുറയുന്നു. അപ്പോൾ നൈട്രജൻ കുറഞ്ഞ മണ്ണിനും ഏതാ? എക്കൽ മണ്ണ്. അതിൽ എന്തുണ്ട്? കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നു. ഇത്രയും മാത്രം ഫലഭൂഷ്ടി ഉണ്ടെങ്കിൽ അത് കൃഷിക്ക് അനുയോജ്യമായ മണ്ണും ഏത് തന്നെയാണ്? എക്കൽ മണ്ണ്. അപ്പോൾ എക്കൽ മണ്ണിനെ കുറിച്ച് ഈ വക പോയിന്റുകളെല്ലാം ഓർത്തു വെക്കണം. എങ്ങനെ? നദികളുടെ നിക്ഷേപണം മൂലം ഉണ്ടായ മണ്ണിനും ഏതാ? എക്കൽ മണ്ണ്. സെറ്റ്. പിന്നെന്താ പറഞ്ഞത്? നദീതീരത്തും നദീമുഖത്തും ഡെൽറ്റ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന മണ്ണേതാ? എക്കൽ മണ്ണ്. സെറ്റാണല്ലോ. പിന്നെ പറഞ്ഞത് എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനം എത്ര ശതമാനം പ്രദേശങ്ങളിൽ? 40% പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു. ഏത് മേഖലയിൽ? ഉത്തരമഹാസമുദ്രത്തിൽ വ്യാപകമായി കണ്ടുവരുന്നു. 7 സ്റ്റേറ്റുകളിലായി. സെറ്റാണല്ലോ. പിന്നെ അതിൽ എന്തടങ്ങിയിരിക്കുന്നു? കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. സെറ്റ്. നൈട്രജൻ എന്താ? കുറവ്. സെറ്റാണല്ലോ. അപ്പോൾ ഈ കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ഉണ്ടെങ്കിൽ, സസ്യങ്ങളുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഫലഭൂയിഷ്ടമായിരിക്കും. സെറ്റാണല്ലോ. ഫലഭൂയിഷ്ടമാണെങ്കിൽ സ്വാഭാവികമായി കൃഷിക്ക് അനുയോജ്യമായിരിക്കും. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഒക്കെ തന്നെയാണ് ചാരനിറത്തിൽ കാണപ്പെടുന്ന എക്കൽ മണ്ണ്. ചോദിക്കും, എക്കൽ മണ്ണിന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ ചാരനിറം. അപ്പോൾ ഉത്തരമഹാസമുദ്രത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന മണ്ണിനമാണ് എന്ത്? എക്കൽ മണ്ണ്. അപ്പോൾ ഉത്തരമഹാസമുദ്രത്തിൽ എന്തുണ്ടാവും? വ്യാപകമായ തോതിൽ കൃഷി ഉണ്ടാവും. അതായത് ഉത്തർപ്രദേശിൽ നെൽകൃഷിയുണ്ട്, ബംഗാളിൽ ചണകൃഷിയുണ്ട്, അതേ ഉത്തർപ്രദേശിൽ തന്നെ ചോളമുണ്ട്, അല്ലെ? സോയാബീൻ ഉണ്ട്. ഇതിനൊക്കെ അനുയോജ്യമായ മണ്ണിനമാണെന്ത്? ഈ പറയുന്ന എക്കൽ മണ്ണ്. അപ്പോൾ ഉത്തരമഹാസമുദ്രം എന്ന് വിളിക്കുന്ന നദികളുടെ നിക്ഷേപണം മൂലമുണ്ടായ ഈ മേഖല ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ലുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയുമാണ്, അല്ലെ? അതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. അതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ഓർത്ത് വെക്കണം. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമഹാസമുദ്രം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയും ഏത് തന്നെയാണ്? ഉത്തരമഹാസമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലവും ഏത് തന്നെയാണ്? ഉത്തരമഹാസമുദ്രം. അങ്ങനെ ഉത്തരമഹാസമുദ്രം കംപ്ലീറ്റ് എന്തായിട്ട് മാറി? ഫലഭൂയിഷ്ടമായി മാറി. ഈ അവസാന
അവസാദം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ അവശിഷ്ടങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണെന്ത്? അവസാദങ്ങൾ. അതായത് എക്കൽ അവശിഷ്ടങ്ങൾ. എന്താണ് അവസാദം അവശിഷ്ടം എന്ന് പറഞ്ഞാൽ? പാറക്കഷ്ണങ്ങൾ, പാറപ്പൊടികൾ, അതുപോലെ തന്നെ പാറയിൽ മാളങ്ങൾ ഉണ്ടാക്കി ജീവിച്ച ജീവികളുടെ ചത്ത എല്ല്, തോല്, അത് ചത്ത അവശിഷ്ടങ്ങൾ, സസ്യങ്ങളുടെ വേസ്റ്റ്, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതൊക്കെയായിരിക്കും അവസാദം. അവസാദങ്ങളിൽ വലുപ്പം കൂടിയ അവസാദങ്ങൾ ഉണ്ടാവും, നേരിയ ചെറിയ ചെറിയ പൊടികളായിട്ടുള്ള അവസാദങ്ങൾ ഉണ്ടാവും. എന്ത് സാധനങ്ങളാണെങ്കിലും ഈ താഴ്വരയിലൂടെ നദി ഒഴുക്കിക്കൊണ്ടുവരുമ്പോൾ പർവ്വത ചരിവുകളിലൂടെ നദി കുത്തി ഒലിപ്പിച്ചു കൊണ്ടുവരും അല്ലെ. പർവ്വതത്തിന്റെ ചരിവിലൂടെ വരുമ്പോൾ നദിക്ക് വേഗത കുറവാണ് അല്ലെ. ചരിവ് കഴിയുമ്പോൾ നദിക്ക് എന്താ? വേഗത കുറഞ്ഞു. വേഗത കുറയുമ്പോൾ ആദ്യം നിക്ഷേപിക്കുന്നത്, ആദ്യം അടിഞ്ഞു കൂടുന്നത് കനം കൂടിയ പാറക്കഷ്ണങ്ങളായിരിക്കും. കനം കൂടിയതാണല്ലോ ഏറ്റവും ആദ്യം അടിഞ്ഞു കൂടുക. അങ്ങനെ ഹിമാലയത്തിന്റെ താഴ്വരയിൽ വലിയ വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ് ഉണ്ടായ മേഖലയെ വിളിക്കുന്ന പേരാണ് ബാബർ എന്ന് പറയുന്നത്. എന്താണ്? അപ്പോൾ ചോദിക്കും, പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ് ഹിമാലയൻ താഴ്വരയിൽ നദികളുടെ നിക്ഷേപണം മൂലം ഉണ്ടായ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ബാബർ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഉത്തരമഹാസമുദ്രത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ഭാഗമാണേത്? ഈ പറയുന്ന ബാബർ. അതായത് ഉത്തരമഹാസമുദ്രത്തിൽ ഏറ്റവും മുകൾ ഭാഗം, അതായത് വടക്ക് ഭാഗമാണേത്? ബാബർ. പാറക്കെട്ടുകൾ നിറഞ്ഞുണ്ടായ മേഖലയായതുകൊണ്ട് ഈ മേഖല ഫലഭൂയിഷ്ഠമല്ല. ഇവിടെ സസ്യങ്ങളൊന്നും തഴച്ച് വളരില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. കുറേ പാറക്കെട്ടുകൾ നിറഞ്ഞൊരു മേഖലയായതുകൊണ്ട് നദി ഇതിനുള്ളിലൂടെ കടന്നു പോകും, നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതായത് നദികൾ അപ്രത്യക്ഷമാകുന്ന മേഖലയാണ് ഏത്? ബാബർ. അത് ചോദിക്കും, ഹിമാലയത്തിന്റെ താഴ്വരയിൽ പാറക്കെട്ടുകൾ നിറഞ്ഞുണ്ടായ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ബാബർ എന്ന് പറയണം. പാറക്കെട്ടുകൾ അല്ലെ, ഹിമാലയൻ താഴ്വരയിൽ അല്ലെ, അത് ചോദിക്കും. സെറ്റാണല്ലോ. പാറക്കെട്ടുകൾ നിറഞ്ഞുണ്ടായ മേഖല ബാബർ. അവിടെ നദികൾ എന്താ? അപ്രത്യക്ഷമാകുന്നു. അതും ചോദിക്കാം. നദികൾ അപ്രത്യക്ഷമാകുന്ന മേഖല ചോദിച്ചാലും ഏത് തന്നെയാ? ബാബർ. സെറ്റാണല്ലോ. കാരണം കുറെ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞു കിടക്കുമ്പോൾ നദി അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പാറക്കൂട്ടങ്ങൾക്കുള്ളിലൂടെ നദി കടന്നു പോകും. ഈ നദി ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ കാണാമായിരിക്കാം, പക്ഷെ ഇതിൽ പറയുന്നത് എങ്ങനെയാണ്? നദികൾ അപ്രത്യക്ഷമാകുന്ന മേഖലയാണ് ഇത്? ബാബർ അല്ലെ. ഹിമാലയൻ താഴ്വരയിൽ, അതായത് ഉത്തരമഹാസമുദ്രത്തിൽ പാറക്കെട്ടുകൾ നിറഞ്ഞുണ്ടായ മേഖലയും ഏത് തന്നെയാ? ബാബർ. അവിടെ സസ്യങ്ങൾ തഴച്ച് വളരില്ല, കാരണം അവിടെ എന്തില്ല? ഫലഭൂയിഷ്ടിയില്ല. അങ്ങനെ ബാബറിനുള്ളിലൂടെ നദി കടന്നു പോകും. നദി കടന്നു വന്ന് നദി ഊറി പുറത്തു വരും. അങ്ങനെ ഊറി പുറത്തു വരുമ്പോൾ അല്ലെ, ചെറിയ ചെറിയ അവശിഷ്ടങ്ങളെല്ലാം ബാബറിന് തെക്ക് ഭാഗത്ത് നിക്ഷേപിക്കും. അതായത് ബാബറിന് തൊട്ട് താഴെ, അതായത് തെക്ക് ഭാഗത്ത് നിക്ഷേപിക്കും. അങ്ങനെ ഊറി നദികൾ നിക്ഷേപിച്ച് ഉണ്ടായ മേഖലയാണ് ടെറായ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഉത്തരമഹാസമുദ്രത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് ടെറായ്. എവിടെ കാണുന്നു? ബാബറിന്റെ തെക്ക് കാണുന്നു. ബാബർ എങ്ങനെയുണ്ടായി? പാറക്കെട്ടുകൾ നിറഞ്ഞു. ബാബറിന് ഫലഭൂയിഷ്ടി ഉണ്ടോ? ഇല്ല. ബാബറിൽ സസ്യങ്ങൾ തളിച്ചു വളരോ? ഇല്ല. അവിടെ നദികൾ അപ്രത്യക്ഷമാകുന്നു. ആ അപ്രത്യക്ഷമായ നദി, ബാബറിൽ അപ്രത്യക്ഷമായ നദി ബാബറിന് പുറത്തെത്തുന്ന, അതായത് പ്രത്യക്ഷപ്പെടുന്ന മേഖല, ബാബറിൽ അപ്രത്യക്ഷമാകുന്ന നദി പ്രത്യക്ഷപ്പെടുന്ന മേഖലയാണ് ഇത്? ടെറായ്. ടെറായിൽ നദി പുറത്തെത്തുന്നു. ടെറായിൽ ചെറിയ ചെറിയ അവസാദങ്ങൾ നദി നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിച്ച് അവിടെ കുറച്ചും കൂടി ഫലഭൂയിഷ്ഠമാകുന്നു. അവിടെ സസ്യലതാദികൾ വളരാൻ കാരണമാകുന്നു. അതായത് ഉത്തരമഹാസമുദ്രത്തിൽ വനങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് ഇത്? ഈ ടെറായ് എന്ന് പറയുന്ന മേഖല. വനമുണ്ട്, കാരണം ഉത്തർപ്രദേശിൽ പ്രശസ്തമായ ദേശീയോദ്യാനമുണ്ട്, ദുധ്വ. ആ ദുധ്വ ദേശീയോദ്യാനം ഈ ടെറായ് മേഖലയുടെ ഭാഗമാണ്. സസ്യങ്ങൾ തഴച്ചു വളരുന്ന മേഖല ഏതാന്ന് ചോദിക്കും. ഏതാ? ടെറായ്. ഓക്കെ ആണല്ലോ. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാവുന്നുണ്ടല്ലോ. സസ്യങ്ങൾ തഴച്ചു വളരുന്ന മേഖല ഉത്തരമഹാസമുദ്രത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ ടെറായ് എന്ന് പറയണം. ഉത്തർപ്രദേശിലെ ദുധ്വ എന്ന ദേശീയോദ്യാനം ഏത് മേഖലയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ടെറായ്. സെറ്റാണല്ലോ. അപ്പൊ ബാബർ പാറക്കെട്ടുകൾ നിറഞ്ഞുണ്ടായ മേഖല, ബാബറിൽ നദികൾ അപ്രത്യക്ഷമാകുന്നു. സെറ്റ്. ബാബറിൽ അപ്രത്യക്ഷമാകുന്ന നദി പുറത്തെത്തുന്ന മേഖലയാണ് ഏത്? ടെറായ്. ടെറായിൽ സസ്യങ്ങൾ എന്താ? തഴച്ചു വളരുന്നു. ദുധ്വ ദേശീയോദ്യാനം ഉത്തർപ്രദേശ് ടെറായിയുടെ ഭാഗമാണ്. സെറ്റ്. അങ്ങനെ ടെറായും കഴിഞ്ഞ് നദി പിന്നെ ഒഴുകും. പിന്നെയും ഒഴുകുമ്പോൾ നദി ഒഴുകുന്തോറും സ്ലോ ആവും. ബാബറിന്റെ സ്പീഡ് ടെറായിൽ കിട്ടില്ല, കാരണം ബാബറിന്റെ തെക്ക് ടെറായാണ്. പിന്നെ നദി സ്ലോ ആവുന്നു. അങ്ങനെ സ്ലോ ആയി നദികൾ നിക്ഷേപണ പ്രവർത്തനങ്ങൾ കൂടുന്നു. അങ്ങനെ നിക്ഷേപിച്ചുണ്ടായ മേഖലയാണ് സമതലങ്ങൾ എന്ന് പറയുന്നത്. എക്കൽ സമതലങ്ങൾ എന്ന് വെച്ചാൽ ഈ ഉത്തരമഹാസമുദ്രത്തിൽ ആകെ 3 ഭാഗങ്ങളാണ്. ഏറ്റവും വടക്കേതാ? ബാബർ. ബാബറിന്റെ തെക്കേതാ? ടെറായ്. ടെറായിന്റെ തെക്കേതാ? എക്കൽ സമതലം. സെറ്റാണല്ലോ. അപ്പൊ ബാബർ എന്ന് പറയുന്നത് പാറക്കഷ്ണങ്ങൾ നിറഞ്ഞുണ്ടായ മേഖല. സെറ്റ്. അവിടെ നദികൾ എന്താ? അപ്രത്യക്ഷമാകുന്നു. ചോദിക്കും, പാറക്കെട്ടുകൾ നിറഞ്ഞുണ്ടായ ഉത്തരമഹാസമുദ്രത്തിലെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ബാബർ. ഓക്കെ ആണല്ലോ. നദികൾ അപ്രത്യക്ഷമാകുന്ന ഉത്തരമഹാസമുദ്രത്തിലെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അതും ബാബർ. ബാബറിൽ അപ്രത്യക്ഷമാകുന്ന നദി പ്രത്യക്ഷപ്പെടുന്ന മേഖല. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കും. ഇതൊക്കെ LP-UP HSA ടീച്ചർമാർ അറിയേണ്ട കേസാണ്. ബാബറിൽ അപ്രത്യക്ഷമാകുന്ന നദി പ്രത്യക്ഷപ്പെടുന്ന മേഖല ഏതാന്ന് ചോദിച്ചാൽ ടെറായ്. സ്റ്റേറ്റ്മെന്റ് ആണ്. സെറ്റാണല്ലോ. സസ്യങ്ങൾ തഴച്ചു വളരുന്ന ഉത്തരമഹാസമുദ്രത്തിന്റെ ഭാഗം ഏതാ? ടെറായ്. സെറ്റാണല്ലോ. വനങ്ങൾ കാണപ്പെടുന്ന ഉത്തരമഹാസമുദ്രത്തിന്റെ ഭാഗം ഏതാ? ടെറായ്. സെറ്റാണ്. കാരണം ബാബറിൽ വനം കാണില്ല, കാരണം അവിടെ മൊത്തം പാറക്കഷ്ണങ്ങളാ, അവിടെ ഫലഭൂഷ്ടിയില്ല. ടെറായിൽ പിന്നെ എന്തുണ്ട്? ഫലഭൂഷ്ടിയുണ്ട്. അപ്പോൾ വനമേഖല കാണപ്പെടുന്ന ഉത്തരമഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ഇത്? ടെറായ്. സെറ്റ്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ഇത്? എക്കൽ സമതലം. അതായത് ഉത്തരമഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗം ബാബറും ഉത്തരമഹാസമുദ്രത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏതാ? ടെറായും. ഈ എക്കൽ സമതലവും ഈ ബാബറിന്റെയും എക്കൽ സമുദ്രത്തിന്റെയും ഇടയിലാണെന്ത്? ഈ പറയുന്ന ടെറായ്. അപ്പൊ എക്കൽ സമതലം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അത് ഫലഭൂയിഷ്ഠമായിരിക്കും, അത് കൃഷിക്ക് അനുയോജ്യമായിരിക്കും. ആ സമതലങ്ങളിലാണ് ഉത്തരമഹാസമുദ്രത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് കാണുന്നത്? കൃഷി കാണുന്നത്. എക്കൽ അടിഞ്ഞുകൂടി ഉണ്ടായ മേഖലയാണ് എക്കൽ സമതലം എങ്കിൽ
പാറക്കഷ്ണങ്ങൾ നിറഞ്ഞുണ്ടായ മേഖലയാണ് ഏത്? ബാബർ എന്ന് മനസ്സിലാക്കി വെക്കുക. ആ പാറക്കഷ്ണം നിറഞ്ഞ ബാബറിനും ഈ സമതലത്തിനും ഇടയിൽ വരുന്ന മേഖലയാണ് ഈ പറയുന്ന ടെറായ് എന്ന് പറയുന്ന മേഖല, അല്ലെ? എന്ന് വെച്ചാൽ എക്കൽ സമതലം എന്ന് പറയുന്നത് നദികളുടെ നിക്ഷേപണം മൂലം അവിടെ എക്കൽ നിക്ഷേപിക്കുന്നു. അതായത് ഈ അവസാദങ്ങൾ നിക്ഷേപിച്ച് എന്ത് രൂപപ്പെടുന്നു? എക്കൽ മണ്ണ് രൂപപ്പെടുന്നു. ഉത്തരമഹാസമുദ്രത്തിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്ന മേഖലയാണ് ഏത്? ഈ പറയുന്ന എക്കൽ സമതലം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനം ഏതാ? എക്കൽ മണ്ണാണ്. കളർ എന്താ? ചാര നിറമാണ്. ഇതൊക്കെ ഓക്കേക്ക് മുന്നോട്ട് പോയ കേസാണ്. നദീതീരത്തും നദീമുഖത്തും കണ്ടുവരുന്ന മണ്ണേതാ? ഡെൽറ്റ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്ന മണ്ണേതാ? എക്കൽ മണ്ണ്. അത് നേരത്തെ പറഞ്ഞ കേസാണ്, അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നു. ഇന്ത്യയിൽ 40% ഭാഗങ്ങളിൽ കണ്ടുവരുന്ന എക്കൽ മണ്ണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? പിന്നെ പറഞ്ഞ എന്താ? കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. നൈട്രജൻ വളരെ കുറവാണ്. കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ഉള്ളത് കാരണം ഫലപുഷ്ടി കൂടിയ മണ്ണാണ് ഏത്? എക്കൽ മണ്ണ് എന്ന് പറയുന്നത്, അല്ലെ? നെൽകൃഷിക്ക് അനുയോജ്യമാണ്, മറ്റു കൃഷിക്ക് അനുയോജ്യമാണ്. ഗോതമ്പ്, ചണം, സോയാബീൻ, അല്ലെ, ചോളം പോലത്തെ കൃഷിക്കൊക്കെ അനുയോജ്യമായ മണ്ണാണ് ഏത്? ഈ പറയുന്ന എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്കൽ സമതലം കംപ്ലീറ്റ് എന്താ? ഈ പറയുന്ന എക്കൽ മണ്ണ്. അവിടെ മൊത്തം എന്തായിരിക്കും? കൃഷിയായിരിക്കും, അല്ലെ? അവിടെ പുതിയ എക്കൽ മണ്ണുണ്ടാവും, പഴയ എക്കൽ മണ്ണുണ്ടാവും, അല്ലെ? പുതിയ എക്കൽ മണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഉണ്ടായ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ പറയുന്ന പുതിയ എക്കൽ മണ്ണ്. അവസാനം എന്ന് പറഞ്ഞാൽ യങ്, അവസാനം പറഞ്ഞാൽ പ്രായം കുറവല്ലേ? അപ്പൊ അവസാനം അടിഞ്ഞുകൂടി ഉണ്ടായ മണ്ണാണ് ഏത്? ഈ പുതിയ എക്കൽ മണ്ണ്. ആദ്യം അടിഞ്ഞുകൂടിയ മണ്ണാണ് ഏത്? പഴയ എക്കൽ മണ്ണ്. ആദ്യം അടിഞ്ഞുകൂടുന്നു, അത് പഴയതാണ്, അത് പോകെ പഴയതാവല്ലോ. ആദ്യം അടിഞ്ഞുകൂടിയ, അതായത് പഴയ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരാണ് ബാബർ എന്ന് പറയുന്നത്, അല്ലെ? ബാബർ. ഈ ബാബറിന്റെ മുകളിൽ കൂടെ വീണ്ടും എക്കൽ മണ്ണ് വരുമ്പോൾ പിന്നീട് വരുന്നതൊക്കെ പുതിയതായിട്ട് മാറും. ആ പുതിയ എക്കൽ മണ്ണാണ് ഏത്? ഗാദർ എന്ന് പറയുന്നത്. അതായത് എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരമാണ്. ഒന്ന് കാദറും ഉണ്ട്, പിന്നെ എന്താ പറയുന്നത്? ബാബർ അല്ല, സോറി, ബങ്കർ. ഏതാണ്? കാദറും ഉണ്ട്, ബങ്കറും ഉണ്ട്. അതിൽ കാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ മണ്ണും, പിന്നെ എന്താ? ബങ്കർ എന്ന് പറയുന്നത് എന്താ? പഴയ എക്കൽ മണ്ണും. അതായത് പുതിയ എക്കൽ മണ്ണിനാൽ ഉണ്ടായ കാദർ എന്ന മേഖലയും പഴയ എക്കൽ മണ്ണിനാൽ ഉണ്ടായ ബങ്കർ എന്ന മേഖലയും ചേർന്നതാണെന്ത്? ഈ എക്കൽ സമതലം. ഇതിൽ പുതിയ എക്കൽ മണ്ണായിരിക്കും ഏറ്റവും കൂടുതൽ ഫലപുഷ്ടി. ആ മണ്ണായിരിക്കും കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കും, ഇതൊക്കെ ചോദിച്ച ചോദ്യമാണ്, പുതിയ എക്കൽ മണ്ണിനെ എന്ത് വിളിക്കുന്നു ചോദിക്കും. എന്താ? കാദർ. പഴയ എക്കൽ മണ്ണിനെ എന്ത് വിളിക്കുന്നു ചോദിച്ചാൽ എന്ത് പറയണം? ബങ്കർ, അല്ലെ? അപ്പൊ കാദറും ബങ്കറും നിറഞ്ഞ മേഖലയാണ് ഏത്? ഈ പറയുന്ന എക്കൽ സമതലം എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഉത്തരമഹാസമുദ്രത്തെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ഏതാ പറയുന്നത്? ബാബർ. ബാബറിന് തെക്കേതാ? ടെറായ്. പിന്നെ വരുന്ന മേഖല ഏതാ? എക്കൽ സമതലം. ബാബർ എന്ന് പറയുന്നത് പാറക്കഷ്ണങ്ങൾ നിറഞ്ഞുണ്ടായ മേഖലയാണ്. നദികൾ അപ്രത്യക്ഷമാകുന്ന മേഖലയും ഏത് തന്നെയാണ്? ബാബറാണ്. ആ ബാബറിൽ അപ്രത്യക്ഷമാകുന്ന നദി പ്രത്യക്ഷപ്പെടുന്ന മേഖല ഏതാ? ടെറായാണ്. അവർ സസ്യങ്ങൾ തഴച്ചു വളരുന്നു. ഉത്തരമഹാസമുദ്രത്തിലെ വനമേഖലയാണ് ഏത്? ഈ പറയുന്ന ടെറായ് എന്ന് പറയുന്നത്. ടെറായിനും ഏറ്റവും തെക്കേതാ? എക്കൽ സമതലമാണ്. എക്കൽ സമതലം 2 തരത്തിലുണ്ട്. ഏതൊക്കെ? ഒന്നേതാ? കാദർ, പിന്നെ ഏതാ? ബങ്കർ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൽ കാദർ എന്താ? പുതിയ എക്കൽ മണ്ണിനാൽ ഉണ്ടായ മേഖലയാണ് ഏത്? കാദർ. പഴയ എക്കൽ മണ്ണിനാൽ ഉണ്ടായ മേഖലയാണ് ഏത്? ബങ്കർ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ഉത്തരമഹാസമുദ്രത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ LP-UP HSA പഠിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് ഏത്? ഇന്ത്യൻ ഭൂപ്രകൃതി. ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ 6 വിഭാഗങ്ങളിൽ ഒന്നാണ് ഏത്? ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. ഉത്തരമഹാസമതലം പഠിക്കാതെ ഒന്നും പരീക്ഷയ്ക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ആദ്യം സ്ട്രെയിൻ കുറയ്ക്കുക. സ്ട്രെയിൻ കുറയ്ക്കുമ്പോൾ തന്നെ സ്വാഭാവികമായി പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പഠിക്കുന്നതിനെ പിന്നിലോട്ട് വലിക്കുന്ന 3 ഘടകങ്ങളാണ്. ഒന്ന് സമ്മർദ്ദം, ടെൻഷൻ, ഭയം. ഇത് 3 ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഈ 3-ൽ ഒരെണ്ണമെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല. സമ്മർദ്ദവും ടെൻഷനും ഭയവും വിടുക. അപ്പോൾ സമയം കുറഞ്ഞു വരും. സമയം കൂട്ടുന്നതല്ല കഴിവ്, സമയം കുറയ്ക്കുന്നതാണ് കഴിവ്. എനിക്ക് കേപ്പബിലിറ്റി ഉണ്ടോ? സമയം കുറയും. എനിക്ക് കേപ്പബിലിറ്റി ഇല്ലേ? സമയം കൂടി വരും. അപ്പോൾ സമയം കൂട്ടുന്നതിനെ നേരെ വിപരീതമായി കണക്കാക്കുക. സമയം കുറച്ചു കൊണ്ടുവരിക. സമയം കുറയെന്ന് പറയുന്നത് അതിനർത്ഥം എന്താ? പഠിക്കുന്ന വ്യക്തിക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം, അല്ലേ? കേപ്പബിലിറ്റി കൂട്ടാൻ നോക്കുക, സമയം കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ് കേട്ടതിനും കണ്ടതിനുമെല്ലാം നന്ദി.